അങ്ങനെ ആദ്യ രാത്രി കഴിഞ്ഞു. അല്ല, അങ്ങനെയല്ല, വാരണാസിയിലെ ആദ്യത്തെ രാത്രിയിലത്തെ ഉറക്കം കഴിഞ്ഞ് കുട്ടപ്പായി കാഴ്ചകൾ കാണാൻ വേണ്ടി പുറത്തിറങ്ങി. കൂടെ എനിക്കും പോയാലല്ലേ പറ്റുള്ളൂ. ഇതാ കോണിപ്പടികൾ ഇറങ്ങുന്നുണ്ട്, ലിഫ്റ്റ് ഒന്നുമില്ല കേട്ടോ അവിടെ. നിങ്ങൾക്ക് കാഴ്ചകൾ കാണണ്ടേ? ഞാനിവിടെ ഇരുന്നാൽ പറ്റത്തില്ലല്ലോ. ബാ, നമുക്ക് ഒരുമിച്ച് പോവാം. അങ്ങനെ നടന്ന് വാരണാസിയിലെ ഒരു ഗല്ലിയിലെത്തി. നമുക്കിവിടെ ഇന്ത്യയെ കാണാം. തൊഴിലും ജീവിതവും ഭക്തിയും എല്ലാം സമാസമം. നല്ല തുടക്കം, അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെ. എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോടാ കുട്ടപ്പാ. ആറ്റിറ്റ്യൂഡ് പിടിച്ച് പോവുകയാണ്, അതിന് ഒരു കുറവുമില്ല. എന്താ തിരക്ക്, ഒരു രക്ഷയുമില്ല. ഇനി ആ കുട്ടപ്പനെ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കും? അവൻ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇനി അവൻ്റെ വായിക്കകത്ത് കയറിയിരുന്ന് വീഡിയോ എടുത്താലേ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. കണ്ടോ, ഇവിടെ വഴിയോര കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവ സീസണില്ലേ, ആ സമയത്ത് വരുന്നൊരു ആംബിയൻസ് ആണ് ഇവിടെ. പക്ഷേ ഇവിടെയൊക്കെ എന്നും ഉത്സവമാണ്, ഫുൾ ടൈം ഇതുപോലെയാണ്. നമുക്കൊന്ന് അവനെ പോയി തപ്പാം. വിശ്വാസവും അന്ധവിശ്വാസവും ഇടകലർന്നു പോകുന്ന ഒരു സ്ഥലം. സത്യത്തിൽ വിശ്വാസത്തിനും അന്ധവിശ്വാസത്തിനും ഇടയിൽ വളരെ നേരത്തെ ഒരു രേഖ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. നമുക്കത് വ്യക്തമായി അറിയാനും കഴിയും. നിങ്ങൾ ഈ സ്ഥലം കണ്ടോ? നമ്മുടെ നാട് വിട്ട് ആദ്യമായി ഈ വാരണാസിയിൽ കാലുകുത്തുന്ന ഒരു മലയാളിക്ക് സത്യത്തിൽ വളരെ പുതുമയേറിയ ഒരു കാഴ്ചാനുഭവമായിരിക്കും. കാരണം ഇവിടുത്തെ അന്തരീക്ഷം അങ്ങനെയാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? എത്ര കഥകൾ പറയാൻ കാണും ഈ പടിക്കെട്ടുകൾക്ക്. നിങ്ങളിപ്പം വിചാരിക്കും ഞാൻ എന്താ ഇങ്ങനെ പറയാൻ കാരണമെന്ന്. കണ്ടില്ലേ എത്ര ജീവിതങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അവസാനം നമ്മുടെ കഥാനായകൻ എവിടേക്കോ തെണ്ടി തിരിഞ്ഞിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് നോക്കിയേ, കണ്ടു കഴിഞ്ഞാൽ തനി ലോക്കൽ UP അതുപോലെ തന്നെ ഉണ്ട്. ഇനി എങ്ങോട്ടാണാവോ? എടേ അത് വെള്ളത്തിൽ കിടക്കുന്ന സാധനം വേണ്ട. ലുലു മാളിൽ കയറി പോകും പോലെയാണ് പോകുന്നത്. ഞാനും പോവാ, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ. ബോട്ടിനുള്ളിലൂടെ കയറി വരാന്തയിലൂടെ നടക്കുമ്പോൾ ഇരുവശത്തു നിന്നുമുള്ള കാഴ്ചകൾ എൻ്റെ മനസ്സിനെ വളരെ ആകർഷിച്ചു. അയ്യോ, ഈ ടോണൊക്കെ വലിയ ആൾക്കാർ മുമ്പേ പറഞ്ഞു വെച്ചതാണ്. നിങ്ങൾക്ക് വേറെ ഒന്നും തോന്നരുത് കേട്ടോ, നമുക്ക് നമ്മളെ പഴയ ടോണ് മതി കേട്ടോ. അങ്ങനെ ബോട്ടിൻ്റെ പടവുകൾ കയറി നമ്മൾ നേരെ മുകളിലെത്തി. ഇനി നമുക്ക് ഇവിടത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. ഗംഗാ നദി ഫുള്ളായി കാണാം. ഇവിടെ നിറച്ച് ബോട്ടുകളാണ് കേട്ടോ. ആൾക്കാരെയും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഇത് നല്ലൊരു വ്യവസായമാണ് ഇവിടെ. ഒരുപാട് ആൾക്കാർ ഈ ബോട്ട് കൊണ്ട് മാത്രം ജീവിക്കുന്നുണ്ട് ഇവിടെ. കാരണം അത്രയും മാത്രം ആൾക്കാർ ഇവിടെ വന്നു പോവുകയാണ് ഓരോ ദിവസവും. സത്യത്തിൽ ഈ നദിയുടെ വിശാലതയും ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ എത്ര ചെറുതാണെന്ന് തോന്നിപ്പോവുകയാണ്. എവിടെ നിന്നോ വന്ന് ഒരു ബോട്ടിലിരുന്ന കുറേ ആൾക്കാർ, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കാണാൻ വിധിക്കപ്പെട്ട കുറേ ആൾക്കാർ. ഇനി ഇവരെയൊക്കെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പോലും തിരിച്ചറിയണമെന്നില്ല. ഇവിടെ നിന്നപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ കഴിഞ്ഞ എപ്പിസോഡിൽ, ട്രെയിനിൽ വെച്ച് ഒരു അജി എന്ന് പറയുന്ന ഒരു ചേട്ടനെ പരിചയപ്പെട്ടതായിട്ട്. അദ്ദേഹം 15 വർഷമായിട്ട് UP യിലുണ്ടെന്ന്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം മുൻപൊക്കെ ഇവിടെ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ ഒരു തരം പരന്ന കല്ലിൽ അവരെ കെട്ടിയിട്ട് വഞ്ചിയിൽ നേരെ കൊണ്ടുവന്ന് ഇവിടെ താഴ്ത്തുമായിരുന്നു അവരുടെ മൃതദേഹം. പിന്നീടായപ്പോൾ അത് നിയമം മൂലം നിരോധിച്ചു. പക്ഷേ എങ്കിൽ പോലും ഒന്ന് ഓർത്തു നോക്കുക, നമ്മൾ ഈ ഒഴുകി നടക്കുന്നത് എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരുടെ അസ്ഥികൂടങ്ങൾക്ക് മുകളിലായിട്ടാണെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ പുസ്തകങ്ങളിൽ മാത്രം വായിച്ചിട്ടുള്ളൊരു നദിയാണ് ഗംഗ. കാണാൻ കഴിയുമെന്ന് സത്യത്തിൽ വിചാരിച്ചില്ല കേട്ടോ. ഏകദേശം 2525 കിലോമീറ്റർ ഒഴിയാണ് ഇത് കടലിൽ പതിക്കുന്നത്. ഇവിടെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, എനിക്ക് കാണാൻ പറ്റിയില്ല. ഗംഗ ഡോൾഫിൻ എന്ന് പറയുന്ന ഒരു ജലജീവിയുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ജലജീവി. ഞാൻ കൂടുതൽ ചരിത്രവും സാഹിത്യവും ഒന്നും പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോകാം. ഗംഗാ ആരതി. സത്യത്തിൽ വാരണാസിയിൽ ജനങ്ങൾ വരുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ ഈ ആരതി കാണാനാണ്.
വൈകുന്നേരങ്ങളിലെ ഈ ആരതിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായ ആകർഷണങ്ങളിലൊന്ന്. ഞാൻ ഈ കാഴ്ചയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സ് കുട്ടപ്പായോടെ പോകണം കേട്ടോ. അവൻ എവിടെ പോയോന്ന് ഒരു പിടുത്തവുമില്ല. എനിക്ക് അങ്ങ് തിരിച്ചു ചെല്ലുമ്പോൾ ഗ്രിംബുവിനോട് മറുപടി പറയാനുള്ളതാണ്. ഞാൻ പോയി അവനെ ഒന്ന് തപ്പട്ടെ. നമ്മുടെ ആൾ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഗംഗയും കാണണ്ട, ആരതിയും കാണണ്ട, തീറ്റ മുക്കിയാൻ പിക്കില്ലേ. ഇപ്പം എന്നെ കണ്ടേന ഭാഗ്യം. ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് വരുന്നുണ്ട്. ഇവനിതെങ്ങോട്ട് പോവാ? ഇപ്പം കഴിച്ചു കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇവൻ ഈ ചപ്പാത്തി കടയിൽ എന്തുവാ കാര്യം? വീണ്ടും തിന്നാൻ പോവാണോ? വാരണാസിയിൽ നിന്ന് വയറ് വാടകയ്ക്കെടുത്ത വടുവാ. കയറി പോടാ റൂമിലോട്ട്. പോടേ. ഒരുവിധം രാത്രിയായി. എത്ര രാത്രിയായാലും ഇവിടെ തിരക്കിന് ഒരു കുറവുമില്ല. പകലും രാത്രിയും എല്ലാം ഒരുപോലെ തന്നെ. അങ്ങനെ അസീഗഡിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ നേരെ റൂമിൽ പോയി കിടന്ന് ഒറ്റ ഉറക്കമാണ്. കാരണം നമ്മുടെ നാട് പോലെയല്ല, 47-48 ഡിഗ്രി ചൂടാണ് ഇവിടെ. കുട്ടപ്പായി എവിടെയെന്ന് പോയി കണ്ടുപിടിക്കണം. അവൻ റൂമിൽ കയറിയിട്ട് വേണം എനിക്കിനി ഒന്ന് ഉറങ്ങാൻ. അപ്പോൾ അടുത്ത കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ. ബൈ, ഗുഡ് നൈറ്റ്.